ഹലോ മക്കളെ, അപ്പം നമ്മൾ തിങ്ക് ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ ദിവസം എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ ആയിരുന്നു അല്ലേ? നിങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഉറപ്പിക്കാം. നമ്മളെന്തായിരുന്നു മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ മൈക്രോസ്പോർ ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞത് അല്ലേ? മൈക്രോസ്പൊറാഞ്ചിയത്തിൽ നമ്മൾ അതിന് 4 വാൾ ലേയേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ 4 വാൾ ലേയേഴ്സ് കാണാമെന്നാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നടാ ആ 4 വാൾ ലേയേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന് ഓർത്ത് നോക്കിയേ. ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നടാ? എപ്പിഡെർമിസിനെ കാണാൻ വേണ്ടി പറ്റുമായിരുന്നു അല്ലേ? അതിനുശേഷം അതിൻ്റെ അടിയിലായിട്ട് കാണുന്നത് സ്ട്രക്ചറിൻ്റെ പേരെന്തായിരുന്നു? എൻഡോത്തീസിയം ആയിരുന്നു. ആൻഡ് എൻഡോത്തീസിയമാണ് നമ്മുടെ ആന്തറിൻ്റെ ഡൈസൻസിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എന്തായിരുന്നടാ? മിഡിൽ ലേയേഴ്സ് ആയിരുന്നു അല്ലേ? മിഡിൽ ലേയേഴ്സ് ആണ്. പിന്നെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ട് ന്യൂട്രീഷൻ കൊടുക്കുന്ന നമ്മുടെ ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസിന് ന്യൂട്രീഷൻസ് കൊടുക്കുന്ന ടപ്പീറ്റം അല്ലേ? ഡെൻസ് സൈറ്റോപ്ലാസ്റ്റോടുകൂടി കാണുന്ന ടപ്പീറ്റം എന്തുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ ഈ ഒരു പിക്ചർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അന്ന് വരച്ചിട്ടുണ്ടാവില്ല. ജസ്റ്റ് നമ്മൾ NCERTയിലും അതേപോലെ തന്നെ എന്താണ് നമുക്ക് പഠിക്കാനൊക്കെ ഉള്ളൊരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഈ ഒരു സ്ട്രക്ചറാണ് നിങ്ങൾക്ക് ലാബിലും ചെയ്യാൻ വേണ്ടി കാണുക. നമ്മൾ മൈക്രോസ്കോപ്പ് കൂടെ നോക്കുന്ന സമയത്ത് കാണുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇത് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്നും കൂടി മാറ്റി വരച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മളെന്താണ് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം എന്നുള്ള ഹെഡിങ് നമുക്ക് കൊടുക്കാം. എന്താണ് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം അല്ലേ? എൻ്റെ കൂടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എഴുതി പോവാം അല്ലെങ്കിൽ വരയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതായത് കണ്ടുകൊണ്ടിരിക്കുക മാത്രം ചെയ്യേണ്ട, നിങ്ങളെന്താണ് എൻ്റെ കൂടെ തന്നെ ആക്റ്റീവ് ആയിക്കോളൂ. ഓക്കെ, നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കണം. ഇതേപോലെ നമുക്ക് ഒരു ആന്തറിൻ്റെ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കാണാൻ വേണ്ടി പറ്റുമടാ? 4 മൈക്രോസ്പൊറാഞ്ചിയമാണ് കാണാൻ വേണ്ടി പറ്റും അല്ലേ? ആന്തറിൻ്റെ എന്താണ് TS സെക്ഷൻ, ട്രാൻസ്ഫർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ 4 മൈക്രോസ്പൊറാഞ്ചിയം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈക്രോസ്പൊറാഞ്ചിയത്തിന് ചുറ്റിലുമായിട്ട് 4 വാൾ ലേയേഴ്സ് ആണുള്ളതെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? 4 വാൾ ലേയേഴ്സ് ആണുള്ളത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള വാൾ ലെയറാണ്. അതിൻ്റെ പേരെന്തായിരുന്നുടാ? ടപ്പീറ്റം അല്ലേ? നിങ്ങൾക്കറിയാം എന്താണ് ടപ്പീറ്റം എന്നായിരുന്നു അതിൻ്റെ പേര് അല്ലേ? ടപ്പീറ്റമാണ്. പിന്നെ അതേപോലെ തന്നെ 3 വാൾ ലേയേഴ്സും കൂടെ നമുക്ക് വരയ്ക്കണം അല്ലേ? അപ്പോൾ നമ്മൾ വരച്ചെന്താണ്? ടപ്പീറ്റമാണ്. ടപ്പീറ്റം കൂടാതെ 3 വാൾ ലേയേഴ്സും കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ വരച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ടപ്പീറ്റം വരച്ചു. പിന്നെന്ത് വരയ്ക്കണം? മിഡിൽ ലെയർ വരയ്ക്കണം, എൻഡോത്തീസിയം വരയ്ക്കണം, എപ്പിഡെർമിസ് വരയ്ക്കണം അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, വരയ്ക്കാനുള്ളത്. ഔട്ടർ മോസ്റ്റ് ലെയറിൻ്റെ പേരെന്തായിരുന്നുടാ? ഔട്ടർ മോസ്റ്റ് ലെയർ ഞാനിപ്പം വരച്ചുകൊണ്ടിരിക്കുന്ന ഔട്ടർ മോസ്റ്റ് ലെയറിൻ്റെ പേരാണ് എന്ത് എന്ന് പറയുന്നത്? എപ്പിഡെർമിസ് എന്ന് വിളിക്കുന്നത് അല്ലേ? എപ്പിഡെർമിസ് എന്താ വിളിക്കുക? എപ്പിഡെർമിസ് അല്ലേ? അതിൻ്റെ താഴെ ഓറഞ്ച് നിറത്തിൽ ഞാൻ വരച്ച എന്താണ്? എപ്പിഡെർമിസ് കഴിഞ്ഞാൽ പിന്നെന്താ? എൻഡോത്തീസിയമാണ് അല്ലേ? എൻഡോത്തീസിയം. ദെൻ അതിൻ്റെ താഴെ മഞ്ഞ നിറത്തിൽ നമ്മൾ വരച്ച ലെയറിൻ്റെ പേരെന്തായിരുന്നു? മിഡിൽ ലെയർ. എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ. ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയർ എന്താണ്? ഇന്നർ മോസ്റ്റ് ലെയറാണ് ടപ്പീറ്റം അല്ലേ? എന്താണ്? ടപ്പീറ്റം. അപ്പം ഇത് എക്സാമിനൊക്കെ കാര്യമായിട്ട് ചോദിക്കും. പിന്നെ ഇവിടെ ഇങ്ങനൊരു പോർഷൻസ് കൂടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ പേരായിരുന്നു എന്ത് നമ്മൾ പറഞ്ഞത്? കണക്റ്റീവ് എന്നും കൂടെ ഉണ്ട് അല്ലേ? ഓക്കെ, കണക്റ്റീവ് എന്നുള്ള പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു സ്ട്രക്ചറിൻ്റെ പേരാണെന്ത്? മൈക്രോസ്പൊറാഞ്ചിയം അല്ലേ? മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ 4 വാൾ ലേയേഴ്സും. അപ്പം ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് എന്താണ്? പോളൻ ഗ്രെയിൻസ് എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയും എവിടെയാണ് ഫോം ചെയ്യുന്നത്? നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ അകത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? അതായത് നമ്മുടെ പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. അപ്പം എന്താണിടാ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവിടെ പിക്ചറിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടല്ലേ? ഇത്തരത്തിലുള്ള എന്ത് കാണാൻ വേണ്ടി പറ്റും? പോളൻ ഗ്രെയിൻസ് നമുക്ക് പ്ലാന്റ്സിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ ചെമ്പരത്തിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൂവോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലേക്കൊക്കെ എന്ത് ചെയ്യും? മഞ്ഞ നിറത്തിലുള്ള പൊടി പോലെ കാണാൻ വേണ്ടി പറ്റും. മഞ്ഞപ്പൊടിയാണോ? അതല്ല, മഞ്ഞപ്പൊടിയല്ല. അതെന്താണ്? പോളൻ ഗ്രെയിൻസ് ആണല്ലേ? പോളൻ ഗ്രെയിൻസിനെ നമ്മൾ വിളിക്കുന്നത് മെയിൽ ഗമറ്റോഫൈറ്റ് എന്നാണ്. അതെന്തുകൊണ്ടാണ് സാറേ മെയിൽ ഗമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. ആ പോളൻ ഗ്രെയിൻസിനകത്താണ് നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റുക? മെയിൽ ഗമേറ്റ്സിനെ കാണാൻ വേണ്ടി പറ്റുക. ആരെ കാണാൻ വേണ്ടി പറ്റുക? മെയിൽ ഗമേറ്റ്സിനെ കാണാൻ വേണ്ടി പറ്റുക. അതുകൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? മെയിൽ ഗമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവർ കാണാൻ ഭയങ്കര ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ഇവരുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്താണ്? വളരെ വലുതാണ് എന്നുള്ള കാര്യം ആലോചിച്ച് വെക്കാം. ഓക്കെ, നമുക്ക് അതിൻ്റെ സ്ട്രക്ചറിലോട്ട് പോകാം. അപ്പം നമ്മൾ ഫസ്റ്റ് പോളൻ ഗ്രെയിനെ കുറിച്ച് പഠിക്കുന്നു. അപ്പോൾ ആദ്യം എന്ന് നമ്മൾ പഠിക്കണം? പോളൻ ഗ്രെയിൻ ഫോർമേഷനെ കുറിച്ച് പഠിക്കണം. എന്ത് പഠിക്കണം? പോളൻ ഗ്രെയിൻ ഫോർമേഷനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ എന്താണ് പോളൻ ഗ്രെയിൻ ഫോർമേഷൻ? പോളൻ ഗ്രെയിൻ ഫോർമേഷൻ എന്ന് ഞാൻ ഇവിടെ എഴുതാൻ പോവുകയാണ്. ഓക്കെ, പോളൻ ഗ്രെയിൻ ഫോർമേഷൻ. പോളൻ ഗ്രെയിൻ ഫോർമേഷനെ കുറിച്ച് പഠിക്കണം. ഈ പോളൻ ഗ്രെയിൻ ഫോർമേഷന് നമുക്കൊരു പേര് കൊടുത്താലോ? നമ്മൾ കൊടുത്ത പേരല്ല, അങ്ങനെ ഒരു പേരുണ്ട്. പോളൻ ഗ്രെയിൻ ഫോം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോറോജെനിസിസ്. എന്താണ്? മൈക്രോസ്പോറോജെനിസിസ്. ഓക്കെ, മൈക്രോസ്പോറോജെനിസിസ്. എന്താണെടാ മൈക്രോസ്പോറോജെനിസിസ്? ഞാൻ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ. എന്താണ്? ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ. ഓക്കെ, എവിടെ നിന്നാണ് മൈക്രോസ്പോർ ഉണ്ടാകുന്നത് സാർ? എവിടെ നിന്നാണ് മൈക്രോസ്പോർ ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ. ഫ്രം മൈക്രോസ്പോർ മദർ സെൽ. എന്ത് വഴിയാണ് സാർ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ത്രൂ മിയോസിസ്. എന്ത് വഴിയാണ്? ത്രൂ മിയോസിസ് വഴിയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെടാ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടല്ലേ, മൈക്രോസ്പോറിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുമടാ? എ ഗ്രൂപ്പ് ഓഫ് ഹോമോജീനസ് സെൽസ് കാണാം. ഒരേപോലുള്ള സെല്ലുകൾ കാണാം അല്ലേ? വരച്ച് വരുമ്പം ചിലപ്പോൾ എന്തായിട്ടുണ്ടാവും? ഒരേപോലെ ഒന്നും ആയിട്ടുണ്ടാവില്ല. പക്ഷേ എന്താണ്? ഇവരൊക്കെ ഒരേപോലുള്ള സെല്ലുകളാണ്. ഗ്രൂപ്പ് ഓഫ് ഹോമോജീനസ് സെൽസ് കാണാം. അതിനെയാണ് നമ്മൾ സ്പോറോജീനിയസ് ടിഷ്യൂ എന്ന് വിളിച്ചത് അല്ലേ? എന്ത് വിളിച്ചു? സ്പോറോജീനിയസ് ടിഷ്യൂ എന്നാണ് വിളിച്ചത്. ഈ ഓരോ സെല്ലിനും എന്തായിട്ട് മാറാൻ വേണ്ടി പറ്റും? പോളൻ ഗ്രെയിൻ ആയിട്ട് മാറാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പം ഈ ഒരു സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്? പോളൻ മദർ സെൽ. എന്താ വിളിക്കുക? പോളൻ മദർ സെൽ. അല്ലെങ്കിൽ എന്ത് വിളിക്കും? മൈക്രോസ്പോർ മദർ സെൽ എന്ന് വിളിക്കും. അപ്പം ഇവർക്കാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഒരു സെല്ലിനാണ് മക്കളെ എന്ത് സംഭവിക്കുന്നത്? മിയോസിസ് നടക്കുന്നത്. ഞാൻ വരയ്ക്കുന്നത് നോക്കിക്കോ. ഈ ഒരു സെല്ലിന് മിയോസിസ് നടക്കും. മിയോസിസ് നടന്നിട്ട് എന്തായിട്ട് മാറും? ഈ ഒരു സെല്ല് 4 സെല്ലുകളായിട്ട് മാറും. എന്തായിട്ടാണ് മാറുക? ഇത്തരത്തിലുള്ള 4 സെല്ലുകളായിട്ട് മാറും. എന്നിട്ട് ഇവർ എന്ത് ചെയ്യും? ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് കാണുക അല്ലേ? ഒരു ക്ലസ്റ്റർ ആയിട്ട് ഇങ്ങനെ കാണും. അപ്പം ഒരു സെല്ലിന് മിയോസിസ് നടന്ന് 4 സെല്ലുണ്ടായി. അപ്പം 4 മൈക്രോസ്പോറുകളാണ്. ഒരു പോളൻ മദർ സെല്ലിൽ നിന്ന് 4 എന്താണ് നമുക്ക് മൈക്രോസ്പോറുകളാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പ്ലോയിഡ് എന്താണെന്ന് ചോദിക്കാം അല്ലേ? നമ്മുടെ പോളൻ മദർ സെല്ല് 2N ആണ്, ഡിപ്ലോയിഡ് ആണ്, മിയോസിസ് റിഡക്ഷൻ ഡിവിഷനാണ്. അപ്പോൾ അവിടെ നേരെ പകുതിയാവും. അപ്പം ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഓരോന്നും എന്താണെടാ? ഹാപ്ലോയിഡ് സെല്ല കേട്ടോ. ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈക്രോസ്പോറാണ് ഫോം ചെയ്തിരിക്കുന്നത്. ആ 4 മൈക്രോസ്പോറുകളും ഒരുമിച്ച് കൂടിച്ചേർന്നിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ മൈക്രോസ്പോർ ടെട്രാഡ്. എന്ത് വിളിക്കും? മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കും. പിന്നീട് ഇവിടെ മെച്ചർ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവർ ഓരോ മൈക്രോസ്പോറുകൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിനായിട്ട് മാറുകയും ചെയ്യാം. അപ്പോൾ എന്താണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എൻ്റെ കൂടെ പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ ത്രൂ മിയോസിസ് അല്ലേ? എവിടെയാണ് ഈ മൈക്രോസ്പോർ മദർ സെല്ല് കാണുന്നത്? നമ്മുടെ എന്താണ് മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് കാണുന്ന ഗ്രൂപ്പ് ഓഫ് ഹോമോജീനിയസ് ടിഷ്യൂവിനാണ് നമ്മൾ സ്പോറോജീനിയസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അവിടെയുള്ള ഓരോ സെല്ലിനും എന്തായിട്ട് മാറാനുള്ള കഴിവുണ്ടടാ? ഓരോ സെല്ലിനും എന്തായിട്ട് മാറാനുള്ള കഴിവുണ്ട്? നമ്മുടെ മൈക്രോസ്പോർ ആയിട്ട് മാറാനുള്ള, പോളൻ ഗ്രെയിൻ ആയിട്ട് മാറാനുള്ള കഴിവുണ്ട്. അത്തരത്തിലൊരു പോളൻ മദർ സെൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്ലോയിഡ് നമ്മൾ നോക്കുന്ന സമയത്ത് അവർ ഡിപ്ലോയിഡ് ആയിരിക്കും. അതിന് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ അവിടെ 4 ഹാപ്ലോയിഡ് മൈക്രോസ്പോറുകൾ ഫോം ചെയ്യും. അത് 4ഉം ഒരുമിച്ച് കൂടിച്ചേർന്നിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മൈക്രോസ്പോറോജെനിസിസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കാം.
നമുക്കിപ്പോൾ എന്ത് കിട്ടിയിട്ടാ മൈക്രോസ്പോറോജെനസിസ് വഴി നമുക്കൊരു പോളൻ ഗ്രെയിനിനെ കിട്ടി അല്ലേ. പോളൻ ഗ്രെയിനിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ പോളൻ ഗ്രെയിനിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? മെയിൽ ഗമേറ്റ്സിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തിനെ കാണാൻ വേണ്ടി പറ്റുക? നമ്മുടെ പോളൻ ഗ്രെയിൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ നമ്മളെന്താ നോക്കാൻ വേണ്ടി പോകുന്നത്? പോളൻ ഗ്രെയിനിനെ കുറിച്ചാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ. പോളൻ ഗ്രെയിൻ. ഓക്കെ, പോളൻ ഗ്രെയിൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോളൻ ഗ്രെയിനിനെ വരയ്ക്കുക. ഇതാണ് പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. ഇതാണോ പോളൻ ഗ്രെയിൻ? അല്ല, ഇത് നമ്മൾ അതിൻ്റെ ഔട്ടർ ലൈൻ സ്ട്രക്ചർ മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുമടാ? പോളൻ ഗ്രെയിൻസിനെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ആലോചിച്ച് വെച്ചോ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക? പോളൻ ഗ്രെയിൻസിനെ കാണാൻ വേണ്ടി പറ്റുക. ആദ്യം ഇത് ഞാൻ വരച്ചിട്ട് മറ്റേ സ്ലൈഡ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് പോളൻ ഗ്രെയിനെ കിട്ടി. പോളൻ ഗ്രെയിനെ കിട്ടിയ സമയത്ത് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് എന്താണ്? അവിടെ 2 വാൾ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു ഔട്ടർ വാളും കാണാം, അതേപോലെ തന്നെ ഇന്നർ വാൾ കാണാം. ഔട്ടർ വാളിൻ്റെ പേരാണ് മക്കളെ എക്സൈൻ. എന്താണ്? എക്സൈൻ എന്നാണ് ഔട്ടർ വാളിൻ്റെ പേര്. സാർ, ഔട്ടർ വാളിൻ്റെ പേര് എക്സൈൻ ആയിക്കോട്ടെ, എന്തുകൊണ്ടാണ് അവിടെയും ഇവിടെ ഇങ്ങനെ വിട്ടിരിക്കുന്നത്? യെസ്, എക്സൈൻ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെയറാണ്. അവിടെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്നുള്ളത് പറഞ്ഞുതരാം. എക്സൈൻ എന്ന് പറയുന്ന ഈ ഔട്ടർ ലെയർ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സബ്സ്റ്റൻസ് കോൾഡ് സ്പോറോപൊളിനിൻ. എന്താണ്? സ്പോറോപൊളിനൈൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് നമ്മുടെ ഈ എക്സൈൻ എന്ത് ചെയ്തിരിക്കുന്നത്? നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, എക്സൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ സബ്സ്റ്റൻസ് എന്താണ്? ഹൈലി റെസിസ്റ്റൻ്റ് ഓർഗാനിക് മെറ്റീരിയലാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പോറോപൊളിനൈൻ എന്ന് വിളിക്കുന്നത്. ഈ സ്പോറോപൊളിനിൻ അല്ലെങ്കിൽ എക്സൈൻ എന്താണ്? ചില സ്ഥലത്ത് ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ എന്താണ്? വളരെ തിന്നാണ്. ആ ഒരു ഏരിയയാണ് മക്കളെ നമ്മൾ എന്ത് വിളിക്കുന്നതടാ? ജേം പോർ. എന്താ വിളിക്കുക? ജേം പോർ എന്ന് വിളിക്കും. ഓക്കെ, ജേം പോർ. ഓക്കെ, അപ്പം ആ ജേം പോറിനകത്ത് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇന്നർ ലെയർ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ പേരാണ് മക്കളെ ഇൻഡൈൻ. എന്താ പേര്? എൻ്റെ കൂടെ പറഞ്ഞോ. ഇൻഡൈൻ എന്നാണ് അതിൻ്റെ പേര്. എന്താ പേര്? ഇൻഡൈൻ. ഓക്കെ, ഇൻഡൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സെല്ലുലോസും അതേപോലെ തന്നെ പെക്റ്റിനും കൊണ്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? ഇൻഡൈൻ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇൻഡൈൻ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കൂടുതൽ നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും ഒന്നും കാണുന്നില്ലെങ്കിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അവിടെ ഒന്നും കാണുന്നില്ല എന്ന് നമ്മൾ പറയരുത്. അവിടെ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ഒരു ലാർജ് വെജിറ്റേറ്റീവ് സെല്ല് കാണാം. ഒരു ലാർജ് വെജിറ്റേറ്റീവ് സെല്ല്. എവിടെ? ലാർജ് വെജിറ്റേറ്റീവ് സെല്ല് കാണാം. ആ ലാർജ് വെജിറ്റേറ്റീവ് സെല്ലിന് എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇറഗുലർലി ഷേപ്പ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. എന്തുണ്ടടാ? ഇറഗുലർലി ഷേപ്പ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് അബണ്ടൻ്റ് ഓഫ് ഫുഡ് റിസർവ്. ഇതുണ്ട്, അബണ്ടൻ്റ് ഓഫ് ഫുഡ് റിസർവും ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണുള്ളത്? നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? ആ ലാർജ് വെജിറ്റേറ്റീവ് സെല്ല് കാണാം. അല്ലെങ്കിൽ ഈ സെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും? ട്യൂബ് സെല്ല് എന്ന് വിളിക്കും. അതെന്താണ് സാർ ട്യൂബ് സെൽ എന്ന് വിളിക്കുന്നത്? ഈ ജേംപോർ കണ്ടില്ലേ നിങ്ങൾ? ഈ ജേംപോർ വഴി പിന്നീട് നമ്മുടെ പോളൻ ട്യൂബ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്യൂബ് സെല്ല് എന്ന് വിളിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കവിടെ ഒരു ലാർജ് വെജിറ്റേറ്റീവ് സെല്ല് കാണാം. അതിനെ ട്യൂബ് സെൽ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ? അതിനെന്തുണ്ട്? ഒരു ഇറഗുലർലി ഷേപ്പ്ഡ് ന്യൂക്ലിയസ് ഉണ്ട്. ആൻഡ് ദെർ ഈസ് എ പ്ലെൻറ്റി ഓഫ് ഫുഡ് റിസർവ്, അബണ്ടൻ്റ് ഓഫ് ഫുഡ് റിസർവ് കാണാൻ വേണ്ടി പറ്റും. ഇനി അത് മാത്രമല്ല കേട്ടോ ഇത് കാണാൻ വേണ്ടി പറ്റുക. അവിടെ നമുക്ക് എന്തും കൂടി കാണാൻ വേണ്ടി പറ്റും. ഒരു സ്മോൾ ജനറേറ്റീവ് സെൽ, സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള സ്മോൾ ജനറേറ്റീവ് സെല്ലിനെയും കാണാൻ വേണ്ടി പറ്റും. ആ കളർ നിങ്ങൾക്ക് കൃത്യമാവുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ വേറൊരു കളറിൽ കാണിച്ചു. ഓക്കെ, പച്ച കാണുന്നുണ്ടല്ലോ. ഇവിടെ എന്താണ്? ഒരു സെല്ലിൽ നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റും? ഒരു സ്മോൾ സ്പിൻഡിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള സെല്ലിനെ കാണാൻ വേണ്ടി പറ്റും. അതിൻ്റെ പേരാണ് മക്കളെ എന്ത് എന്ന് പറയുന്നത്? ജനറേറ്റീവ് സെൽ എന്ന് പറയുന്നത്. എന്താ അതിനെ നമ്മൾ വിളിക്കുക? ജനറേറ്റീവ് സെൽ എന്നാണ് വിളിക്കുക അല്ലേ? സ്മോൾ സ്പിൻഡിൽ ഷേപ്പ്ഡ് ജനറേറ്റീവ് സെൽ അല്ലേ?
പേരിൽ തന്നെ ഉണ്ട് ജനറേറ്റീവ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ജനറേറ്റീവ് സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനറേറ്റീവ് സെല്ലിന് എന്ത് നടക്കും? മൈറ്റോസിസ് നടക്കും. എന്ത് നടക്കൂടാ? മൈറ്റോസിസ്. പറയുന്ന പോയിന്റ് കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണേ. മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടന്നിട്ട് എന്തുണ്ടാവും? രണ്ട് മെയിൽ ഗമീറ്റ്സ് അങ്ങോട്ട് ഉണ്ടാവും. എന്തുണ്ടാവും? രണ്ട് മെയിൽ ഗമീറ്റ്സ് ഉണ്ടാകും. രണ്ട് മെയിൽ ഗമീറ്റ്സ് ഉണ്ടാവും എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പം ഞാൻ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു പോയിന്റ് കൂടെ ഇപ്പം പറഞ്ഞുതരാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഭൂരിഭാഗം പ്ലാന്റ്സിലും, അതായത് 60% ആൻജിയോസ്പേംസിലും എന്തെന്ന് ടു സെൽഡ് സ്റ്റേജിലാണ്. മക്കളെ. ടു സെൽഡ് സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്നത്. പോളൻ ഗ്രെയിൻസ് റിലീസ് അറ്റ് ടു സെൽഡ് സ്റ്റേജ്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും, സാർ റിമൈനിങ് 40%ലോ? റിമൈനിങ് 40%ൽ 3 സെൽഡ് സ്റ്റേജ്, അതായത് നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ എന്താണ് ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? രണ്ട് മെയിൽ ഗമേറ്റ് ആയിട്ട് മാറും. അപ്പം ഇവിടെ ഈ വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ട്, രണ്ട് മെയിൽ ഗമേറ്റും ഉണ്ട്. ആ 3 സെൽഡ് സ്റ്റേജിലാണ് എന്ത് ചെയ്യുന്നത്? റിമൈനിങ് 40% എന്ത് ചെയ്യുന്നത്? നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണേ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാനുള്ള പോയിന്റുകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു എന്തിലേക്ക് പോകാം? സ്ലൈഡിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ പറഞ്ഞ പോയിന്റുകളൊന്ന് നോക്കിയേ. എന്താണ് നമ്മുടെ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിരുന്നു? ഇറ്റ് ഈസ് എ മെയിൽ ഗമറ്റോഫൈറ്റ്. എന്തുകൊണ്ടാണ്? അതിലാണ് നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റുന്നത്? മെയിൽ ഗമേറ്റ്സിനെ കാണാൻ വേണ്ടി പറ്റുന്നത് പോളൻ ഗ്രെയിൻസിലാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ മെയിൽ ഗമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് പോളൻ ഗ്രെയിൻസിന്റെ ഫോർമേഷനെ നമ്മൾ വിളിക്കുന്ന പേര്? മൈക്രോസ്പോറോജെനിസിസ് അല്ലേ? എന്താണ് മൈക്രോസ്പോറോജെനിസിസ് അല്ലെങ്കിൽ എന്ന് വിളിക്കാം? പോളൻ ഗ്രെയിൻ ഫോർമേഷൻ എന്ന് വിളിക്കാം. എന്താണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ ത്രൂ മിയോസിസ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോസിസ് നടക്കുന്നു. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ 4 മൈക്രോസ്പോർ ഉണ്ടാവും. അവരെന്താണ്? ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് കാണുക. അതിനെ നമ്മൾ മൈക്രോസ്പോർ ടെട്രാഡ് എന്നാണ് വിളിക്കുന്നത്. പിന്നീട് ഇവർ ഓരോന്നും എന്തായിട്ട് മാറും? ഓരോ പോളൻ ഗ്രെയിൻ ആയിട്ട് മാറും. പോളൻ ഗ്രെയിനിൻ്റെ സ്ട്രക്ചറാണ് നമ്മളിനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമുക്കൊരു പോളൻ ഗ്രെയിനിനെ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക എന്നുള്ള സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അതിന് 2 വാൾ ലെയേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഔട്ടർ വാൾ ലെയറിൻ്റെ പേരെന്താ നമ്മൾ പഠിച്ചത്? എക്സൈൻ എന്നാണ് പഠിച്ചത്. എക്സൈൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് റെസിസ്റ്റൻ്റ് ഓർഗാനിക് മെറ്റീരിയൽ അല്ലേ? അതിൻ്റെ പേരാണ് മക്കളെ സ്പോറോപൊളിനിൻ. എന്താണ് മക്കളെ? സ്പോറോപൊളിനിൻ ആണ് അതിൻ്റെ പേര്. ആൻഡ് ആ സ്പോറോപൊളിനിൻ പ്രസൻ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താണ്? ദീസ് ആർ ഹൈലി റെസിസ്റ്റൻറ്റ് ടു ഹീറ്റ്, കെമിക്കൽസ് ആൻഡ് എൻസൈം. ഇവർക്ക് എന്താണ്? ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്. എന്തിന് അഗെയിൻസ്റ്റ് ആയിട്ട്? ഹീറ്റിനും കെമിക്കൽസിനും എൻസൈംസിനും. അതുകൊണ്ട് തന്നെ ദീസ് ആർ വെൽ പ്രിസേർവ്ഡ് ആസ് എ ഫോസിൽ. ഇവർ നമ്മളെ ഫോസിലുകൾ പോലെ. എന്താ ഫോസിൽ? നമ്മുടെ ഭൂമിൻ്റെ അടിയിലും അല്ലെങ്കിൽ എന്താണ് കുറേ കാലങ്ങൾ എന്ത് ചെയ്യും? ഒരു കേടുപാടും കൂടാതെ നമ്മുടെ എന്താണ് ചില ഭാഗങ്ങൾ എല്ലുകളൊക്കെ എന്ത് ചെയ്യും? പ്രിസർവ് ചെയ്തിരിക്കും അല്ലേ? കുറേ കാലം കേടുകൂടാതെ പ്രിസർവ്ഡ് ആയിരിക്കുന്നതിനെയാണ് നമ്മൾ ഫോസിൽസ് എന്ന് വിളിക്കുന്നത്. ഈ എക്സൈനിൽ സ്പോറോപൊളിനിൻ പ്രസൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പോളൻ ഗ്രെയിൻസും എന്താണടാ? വെൽ പ്രിസർവ്ഡ് ആസ് എ ഫോസിൽ എന്നാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞു എക്സൈൻ എന്താണ്? ഒരു ഡിസ്കണ്ടിന്യൂഡ് ലെയറാണ്. ആ എക്സൈനിൽ സ്പോറോപൊളിനിൻ ആബ്സെൻ്റ് ആയിരിക്കുന്ന ഭാഗത്തിനെ നമ്മൾ ജെം പോർ എന്ന് വിളിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയർ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്? ഇൻഡൈൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞതാണ്. ഇനി നമ്മുടെ പോളൻ ഗ്രെയിനിനകത്ത് നമുക്ക് 2 സെല്ലുകളാണ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ പറഞ്ഞു പോകുന്നില്ല. ഒരു ലാർജ് വെജിറ്റേറ്റീവ് സെൽ. ആ ലാർജ് വെജിറ്റേറ്റീവ് സെല്ലിനെ നമ്മൾ എന്ത് വിളിക്കും? ട്യൂബ് സെല്ല് എന്നും കൂടെ വിളിക്കും. അതിനകത്ത് നമുക്ക് ആരെ കാണാൻ വേണ്ടി പറ്റും? ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് അബണ്ടന്റ് ഫുഡ് റിസർവ് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ എന്താണ്? സൈറ്റോപ്ലാസ്റ്റിൽ ഫ്ലോട്ട് ചെയ്യുന്ന ആൻഡ് സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള ആരെ കാണാൻ വേണ്ടി പറ്റും? ജനറേറ്റീവ് സെല്ലിനെ കാണാൻ വേണ്ടി പറ്റുമെന്ന് നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവരെന്ത് ചെയ്യുന്നു? മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്ത്. എങ്ങനെയാണ്? മൈറ്റോസിസ് ആണ് അല്ലേ? മൈറ്റോസിസ് ഡിവിഷൻ നടന്ന് 2 മെയിൽ ഗമേറ്റ് ആയിട്ട് മാറും എന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ മെച്ചുവർഡ് ആയിട്ടുള്ള ഈ പോളൻ ഗ്രെയിൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പോളൻ ഗ്രെയിൻസ് മെച്ചുവർഡ് ആയി കഴിഞ്ഞാൽ ആന്തർ ഡെഹിസൻസ് നടക്കില്ല. ആന്തർ എന്ത് ചെയ്യും? പൊട്ടിത്തെറിക്കും. അന്നേരം പൊട്ടിത്തെറിക്കുമോ? അതായത് ആന്തർ എന്ത് ചെയ്യും? കൃത്യമായിട്ട് വിടവ് കൂടെ എന്ത് ചെയ്യും? നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യും. അതിനെയാണ് ആന്തർ ഡെഹിസൻസ് എന്ന് വിളിക്കുന്നത്. ആന്തർ ഡെഹിസൻസ് നടന്നു കഴിഞ്ഞ് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോളൻ ഗ്രെയിൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോളിനേഷൻ ആണ്. എന്താണ് സാർ പോളിനേഷൻ? പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. നമ്മളെ
ആന്തറിൽ നിന്ന്, അതായത് ഒരു ഫ്ലവർ, ആ ഫ്ലവറിൻ്റെ ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട് നിങ്ങൾ വിചാരിച്ചോ. ഈ ഫ്ലവറിൻ്റെ ആന്തറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്കുള്ള നമ്മളെ പോളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് വിളിക്കുന്നത്. ആ പോളിനേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കും? നമ്മുടെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻ ലാൻഡ് ചെയ്യും. പിന്നീട് അവിടുന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ചില കെമിക്കൽസിൻ്റെ ഹെൽപ്പോട് കൂടി, അതായത് സ്റ്റിഗ്മയിൽ എന്നുണ്ടാവും ചില കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും, അവരുടെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യും? പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റ് ചെയ്യും. ഓക്കെ, അത്രയും കാര്യം ആലോചിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം, പോളൻ ഗ്രെയിൻസിൽ മെയിൽ ഗമേറ്റ് ഉണ്ട്. എപ്പോഴും ഈ മെയിൽ ഗമേറ്റിനെ പോളൻ ഗ്രെയിനിന് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എവിടത്തേക്ക്? നമ്മുടെ സ്റ്റിഗ്മയിലേക്കും പിന്നീട് ഫീമെയിൽ ഗമേറ്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളൻ വയബിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സാർ പോളൻ വയബിലിറ്റി? പോളൻ വയബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ദി പോളൻ ഗ്രെയിൻസ് ടു റിമെയിൻ അലൈവ് ആൻഡ് ഫങ്ഷണൽ. അലൈവായിട്ടും ഫങ്ഷണലായിട്ട് നിൽക്കാൻ പറ്റുന്ന നമ്മുടെ പോളൻ ഗ്രെയിനിൻ്റെ ടൈം പീരീഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എബിലിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? പോളൻ വയബിലിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് റിലീസായിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് മാസം വരെ എന്തായിരിക്കും നമ്മളെ പോളൻ ഗ്രെയിൻസിനെ മെയിൽ ഗമേറ്റ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ സ്റ്റിഗ്മയിലേക്കും അതേപോലെ തന്നെ പിന്നീട് നമ്മുടെ എഗ്ഗിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ പോളൻ വയബിലിറ്റി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഈ റൈസ് വീറ്റൊക്കെ അറിയാമല്ലോ. റൈസ് വീറ്റൊക്കെ പോളൻ ഗ്രെയിൻസ് റിലീസായി കഴിഞ്ഞാൽ 30 മിനിറ്റ് കൊണ്ട് ഏകദേശം അതായത് ഒരു 30 മിനിറ്റ്സ് കൊണ്ട് അവർ എന്ത് ചെയ്യണം? ഫീമെയിൽ ഫ്ലവറിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? 30 മിനിറ്റ്സ് കൊണ്ട് ഫീമെയിൽ ഫ്ലവറിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മെയിൽ ഗമേറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഫീമെയിൽ ഗമേറ്റിൻ്റെ അടുത്തേക്ക് മെയിൽ ഗമേറ്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് അവരെന്ത് ചെയ്യണം? കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് എത്തണം. പക്ഷേ നമ്മുടെ റോസേസിയെ, ഫാബേസിയെ, സൊളാനേസിയെ ഏതൊക്കെയാണ് നമ്മുടെ എഴുതാം? റോസേസിയെ, പിന്നെ ഏതാ? ഫാബേസിയെ, പിന്നെ ആരാ? സൊളാനേസിയെ അല്ലേ? റോസേസിയെ, ഫാബേസിയെ, സൊളാനേസിയെ. ഇവരുടെ പോളൻ എന്തുണ്ട്? മാസങ്ങളോളം എന്തിനുള്ള കഴിവുണ്ടടാ? നമ്മുടെ മെയിൽ ഗമേറ്റ്സിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പോളൻ ഗ്രെയിൻസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി പോളൻ ഗ്രെയിൻസിൻ്റെ മറ്റ് എന്താണ് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പോളൻ ഗ്രെയിൻസിൽ നമുക്ക് ഒരുപാട് ന്യൂട്രീഷ്യൻസ് കാണാം. എന്താണ്? ദീസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ പോളൻ ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ട്സുകൾ ആക്കിയിട്ട് നമ്മൾ അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസും അനിമൽസും ഒക്കെ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആരൊക്കെ കൺസ്യൂം ചെയ്യുന്നത് നോക്കാം. ഇവർ ഹൈലി ന്യൂട്രിയൻ റിച്ച് ആയതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? സിറപ്സ് ആയിട്ടും അതേപോലെ തന്നെ ടാബ്ലറ്റ്സുകളും ഒക്കെ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആൻഡ് ഇവർ ഇതെന്ത് ചെയ്യുന്നു? ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടും ഹെൽത്ത് ടോണിക്സ് ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ അത്ലറ്റ്സിനും റേസേഴ്സിനും അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാ? ഈ പോളൻ പ്രൊഡക്ട്സ് ആയിട്ടുള്ള എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ടാബ്ലറ്റുകളും സിറപ്പുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുവഴി അവർക്ക് കൂടുതൽ എനർജി കിട്ടുന്നു, അവരുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അത്രയാണ് നമുക്ക് പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. ഇനി പോളൻ ഗ്രെയിൻസിനെ കൊണ്ട് യൂസ്ഫുൾനെസ് മാത്രമല്ല, അതിനെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഈ പോളൻ ഗ്രെയിൻസ്, ചില പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലർജി കോസിങ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? നിങ്ങൾ ആലോചിച്ച് വെക്കണം. ഓക്കെ, ചില അതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് പോളൻ ഗ്രെയിൻസിനെ കൊണ്ടുള്ള ഡീമെറിറ്റ്സ് ഓഫ് ദി പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് എഴുതാം. ഡീമെറിറ്റ്സ് എന്താണ്? ഡീമെറിറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീമെറിറ്റ്സ് ഓഫ് ദി പോളൻ ഗ്രെയിൻസ് അല്ലേ? ഓക്കെ, സിമ്പിളാണ് കേട്ടോ. ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്ലാന്റ്സിൻ്റെ, അതായത് മെയിനായിട്ട് ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്ന പ്ലാന്റ് ഉണ്ടടാ. എന്താണ് പേര്? ക്യാരറ്റ് ഗ്രാസ്. നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. ക്യാരറ്റ് ഗ്രാസ് ഓർ പാർത്തീനിയം സെയിം പേരാണ്. രണ്ടിനും ഒരേ പേരാണ്. ഒന്നിൻ്റെ ഒരു ചെടിയിൽ തന്നെ പേരാണ് ക്യാരറ്റ് ഗ്രാസ് അല്ലെങ്കിൽ പാർത്തീനിയം. ഇതിൻ്റെ പോളൻ എന്ത് ചെയ്യുന്നുണ്ടാ? ഇതിൻ്റെ പോളൻ നമ്മൾ ശ്വസിക്കുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ പോളൻ കോസസ് അലർജി. എന്താണ്? ഇതെന്ത് ചെയ്യും? അലർജിക്ക് കാരണമാകും. അലർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസം മുട്ടലോ അല്ലെങ്കിൽ എന്താണ് ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ എന്താണ് ആസ്തമ പോലുള്ള രോഗങ്ങൾക്കും അതേപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള മറ്റ് റെസ്പിറേറ്ററി പിന്നെ ഡിസീസിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാ? ഇത് കാരണമാവുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക.
നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആരെക്കുറിച്ച് പറയാനായിട്ടുള്ളത്, പോളൻ ഗ്രെയിൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഒരു നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഈ കുറച്ച് പോയിന്റുകൾ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഔട്ടർ വാൾ എന്തിനെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, എക്സൈനിനെ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു, മെറ്റീരിയലിന്റെ പേരെന്താണ്, സ്പോറോപോളിനാണ്. ഇന്നർ വാൾ എന്താണ്, ഇൻഡെയിനാണ്. ആൻഡ് ജംപോർ എന്താണ്, നമ്മുടെ പോളൻ ട്യൂബ് എമേർജ് ചെയ്യുന്ന ഏരിയ ആണ്. ആൻഡ് അവിടെ സ്പോറോപോളിൻ ആബ്സെന്റ് ആണ്. എന്താണ് വെജിറ്റേറ്റീവ് സെല്ല്, പോളൻ ട്യൂബ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന സെല്ലാണ് വെജിറ്റേറ്റീവ് സെല്ല്. എന്താണ് ജനറേറ്റീവ് സെല്ല്, മെയിൽ ഗമേറ്റ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ജനറേറ്റീവ് സെല്ല് എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കുക. ആൻഡ് അത്ര പോയിന്റുകളൊക്കെ ആലോചിച്ച് വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നീറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സ്പെഷ്യലായിട്ടൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു വെക്കുക. ജസ്റ്റ് ഞാൻ വായിച്ചു തരാം. എക്സൈൻ ലാക്സ് സ്പോറോപോളിൻ അറ്റ് ജംപോർ. ജംപോറിൽ കാണുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്പോറോപോളിൻ ആബ്സെന്റ് ആയിരിക്കും. ആൻഡ് ഇൻഡെയിൻ എന്താണ്, തിൻ ആൻഡ് ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. പോളൻ ഗ്രെയിൻ ഈസ് ദ ഫസ്റ്റ് സെൽ ഓഫ് മെയിൽ ഗെമറ്റോഫൈറ്റ്. നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് തന്നെയാണ്. ജനറേറ്റീവ് സെല്ലിന്റെ ഷേപ്പ് സ്പിൻഡിൽ ഷേപ്പിലാണ് എന്നുള്ളതും വെജിറ്റേറ്റീവ് സെല്ലിൽ ധാരാളം ഫുഡ് റിസർവ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആലോചിച്ച് വെക്കണം. ഇവിടെ ഒരു ജസ്റ്റ് ഒരു PYQ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ PYQ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് ദി പോളൻ ഗ്രെയിൻ ഗീവ് റൈസ് ദ പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സൈൻ ആണോ, അല്ല ജംപോർ ആണോ? ജംപോർ കൂടിയാണ് പോളൻ ട്യൂബ് ഫോം ചെയ്യുന്നത്. ഏത് പാർട്ടാ ഉണ്ടാക്കുന്നത്, വെജിറ്റേറ്റീവ് സെല്ലാണ്. അപ്പം ഞാൻ ഇവിടെ മറ്റൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. മെയിൽ ഗമേറ്റ് ഫോം ചെയ്യുന്നത് ഏത് പാർട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാ പറയുക? അത് എന്ത് ചെയ്യുക, നിങ്ങൾ കമന്റിൽ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഉത്തരം കൊടുത്താൽ മതി കേട്ടോ. ഏത് പാർട്ടാണ് ചോദ്യം നിങ്ങൾ ആലോചിച്ച് വെച്ചോ. വിച്ച് പാർട്ട് ഓഫ് ദി പോളൻ ഗ്രെയിൻ ഗീവ് റൈസ് ടു മെയിൽ ഗമേറ്റ്, അതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എന്ത് ചെയ്യുക, ഈ നോട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പം ഇനിയും അടുത്ത പാർട്ടുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ ബൈ ആൻഡ് സീ യു ഓൾ ആൻഡ് ഹാവ് ഓൾ ദി ബെസ്റ്റ്.